കുറച്ച് കുറവെന്ന് കാണിക്കാൻ കഴിയുന്നത് ഉദുമയിലാണ്. അതേസമയം കാസർഗോഡ് ഉദുമയും തൊട്ടടുത്തടുത്ത് ഒരേ ശതമാനത്തിൽ നിൽക്കുന്നു. മഞ്ചേശ്വരമാണ് ഏറ്റവും പിന്നിൽ നിൽക്കുന്നത് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ഇത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ ഏറ്റവും പുതിയ പോളിംഗ് ശതമാനം പറഞ്ഞാൽ ഏറ്റവും പുതിയ പോളിംഗ് ശതമാനം അവിടെ നിന്നുള്ളത് സണ്ണി. 3 മണിക്ക് ശേഷമുള്ളത് നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് നേരത്തെ കിട്ടുന്ന ഔദ്യോഗിക അറിയിപ്പ് 51% ശരി 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 എന്തായാലും കേരളത്തിലെ പൊതു പോളിംഗ് 54.95, അതായത് 55%, കേരളത്തിന്റെ പൊതു പോളിംഗ് ഉയരുന്നത്. 54.95, അതായത് 55% എന്ന് തന്നെ കൂട്ടാം. 55% പോളിംഗ് ആണ് കേരളത്തിൽ പൊതുവായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് നമുക്ക് കാണാനാകുന്നത്. കേരളം കുറിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ സമ്മതിദാനാവകാശത്തിന്റെ ശതമാനം കൂട്ടുമ്പോൾ 54.95. അടുത്ത തിരുവനന്തപുരത്തേക്കാണ്. 53.97% പോളിംഗ് ആണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 3 മണിക്കൂർ ബാക്കിയുണ്ട്. ഏറ്റവും വാശിയേറിയ പോരാട്ടങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം. അടുത്തത് ആറ്റിങ്ങലാണ്. 55.17% ആറ്റിങ്ങിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ പോളിംഗ്. 55.17% പോളിംഗ് ആണ് ആറ്റിങ്ങലിൽ. തിരുവനന്തപുരം 53.97, ആറ്റിങ്ങലിൽ 55.17. ഇനി കൊല്ലം, ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നായ കൊല്ലത്ത് 53.71% വോട്ടാണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 53.71 കൊല്ലം ഇതുവരെ കുറിച്ചിരിക്കുന്നത്. 53.71% പേരാണ് കൊല്ലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ പങ്കാളികളായിരിക്കുന്നത്. ഇനി അടുത്തത് പത്തനംതിട്ടയാണ്. 56.50. ഏറ്റവും കൂടുതൽ തെക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം കൂടിയിരിക്കുന്നത് പത്തനംതിട്ടയിലാണ്. ഓർത്തഡോക്സ് സുറിയൻ കാതോലിക്ക ബാവയുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ വോട്ട് ചെയ്യണം എന്ന നിലപാടും സ്വീകരിച്ചിരിക്കുന്നത് പത്തനംതിട്ടയിലാണ്. 56.50. 56.5%. തെക്കൻ കേരളത്തിൽ ഏറ്റവും വലിയ പോളിംഗ് ഉയർന്നിരിക്കുന്നത് പത്തനംതിട്ടയിലാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. അടുത്തത് മാവേലിക്കരയാണ്. മാവേലിക്കരയിലേക്ക് പോകുമ്പോൾ 54.79. 54.79% മാവേലിക്കരയിലെ പോളിംഗ് ശതമാനം. അടുത്തത് കോട്ടയത്ത് 57.1. 57.1% കോട്ടയവും നല്ല അർത്ഥത്തിലുള്ള പോളിംഗ് എന്ന് തന്നെ പറയാവുന്നതാണ്. 57.1 കോട്ടയത്ത്. തെക്കൻ കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ പോളിംഗ് ശതമാനം ഉയരുന്നത് പത്തനംതിട്ട, കോട്ടയം എന്നീ പ്രദേശങ്ങളിൽ കൂടിയാണ് എന്നതും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇടുക്കിയിലേക്ക് എത്തുമ്പോൾ 57.22% വോട്ടാണ് ഇടുക്കിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 57.22% വോട്ടാണ് ഇടുക്കിയിലുള്ളത്. ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലെ ശക്തമായ പോരാട്ടത്തിൽ 55.90. 55.9% വോട്ടാണ് ആലപ്പുഴയിൽ ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയാവുന്നതാണ്. എറണാകുളത്തിലേക്ക് കടക്കുകയാണ്. എറണാകുളത്ത് എത്തുമ്പോൾ 52.3% പോളിംഗ് ആണ് ഇതുവരെ എറണാകുളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം രേഖപ്പെടുത്തിയിരിക്കുന്ന വോട്ടിംഗ് ശതമാനം എന്നത് 52.3% പേരാണ് ഇതുവരെ എറണാകുളം മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചാലക്കുടിയിലേക്ക് പോകുമ്പോൾ അത് 56 ആകുന്നു. 56.8% ചാലക്കുടിയുടെ പോളിംഗ് ശതമാനം. ചാലക്കുടി 56.8%. അടുത്തത് തൃശ്ശൂരാണ്. തൃശ്ശൂരിലും ഓർത്തഡോക്സ് സുറിയൻ കാതോലിക്ക ബാവ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് പത്തനംതിട്ടയിലും തൃശ്ശൂരിലെ രാജാജിക്കുമാണ്. തൃശ്ശൂരിൽ 55.04% തൃശ്ശൂരിലെ പോളിംഗ് ശതമാനം എന്നത്. 55.02. പാലക്കാട് 57.06. പാലക്കാട് 57.06. വടക്കൻ ഭാഗത്തേക്ക് എത്തുമ്പോൾ പോളിംഗ് ശതമാനം കൂടുകയാണ്. ഇനി അടുത്തത് ആലത്തൂരാണ്. സ്വാഭാവികമായും 54.71% ആലത്തൂരിലെ പോളിംഗ് ശതമാനം. 54.71% പേരാണ് ഇതുവരെ ആലത്തൂരിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമ്മതിദാനം ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് പൊന്നാനി നേരത്തെ തന്നെ കുറവായിരുന്നു. വടക്കൻ പ്രദേശത്തെ അപേക്ഷിച്ച് പൊന്നാനിയിലെ പോളിംഗ് % കുറവായിരുന്നു. നേരത്തേത് 49.4 ആണ് ഇതുവരെ പൊന്നാനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. വടക്കൻ കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ചത് കുറവാണ്. ഇനി അടുത്തത് മലപ്പുറത്ത് 51.97%
പെർസെൻറ്റേജാണ് പോളിംഗിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മലപ്പുറം ഏറ്റവും കൂടുതൽ വോട്ടേഴ്സുള്ള കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ്. മലപ്പുറത്ത് 51%-ലധികമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് വയനാട് 57.67% ഉയർന്നിട്ടുണ്ട്. വലിയ അർത്ഥത്തിലുള്ള പോളിംഗ് ശതമാനം ഉയരുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് വയനാട് 57.67. വയനാട് വലിയ രാഷ്ട്രീയ ബലാബലങ്ങൾക്ക് ചേരികൾക്ക് ഒക്കെ രൂപം നൽകിയ, രാജ്യത്തോടുള്ള ചില സന്ദേശങ്ങൾ ഒക്കെ നൽകിയ വലിയ പ്രസക്തമായ വയനാട് 57.67% പോളിംഗ് ആണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്തത് കോഴിക്കോടാണ്. കോഴിക്കോട് തീപാറുന്ന പോരാട്ടമാണ്. നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് പല വിധത്തിലുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു. 51.8%-ലേക്കാണ് കോഴിക്കോട് പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോഴിക്കോട് 51.8. വടകരയാണ് അടുത്തത്. വടകരയിൽ നേരത്തെ മുതൽ തന്നെ വലിയ അർത്ഥത്തിലെ പോളിംഗ് ഉയരുന്ന മേഖല കൂടിയാണ് വടക്കൻ കേരളത്തിൽ. വടകരയും കണ്ണൂരും. അതിൽ വടകരയാണ് ഇപ്പോൾ. വടകര 52.8, അതായത് 53%-ലേക്ക് എത്തുന്നു എന്നത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. വടകര ഇനി 3 മണിക്കൂർ ബാക്കിയുണ്ട്. കനത്ത ക്യൂ ആണ് വടകരയിലും കണ്ണൂരിലും പ്രത്യേകിച്ച് കാണുന്നത് എന്നും നോക്കേണ്ടതുണ്ട്. വടകരയിൽ 52.8%, കണ്ണൂർ 59%. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ണൂരാണ്. കണ്ണൂര് സ്വാഭാവികമായി ആ വടക്കൻ വീരഗാഥയുടെ ആവേശം, സമ്മതിദാനം